പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാവക്കാട് ബൈപ്പാസിൻ്റെ കാഴ്ചയാണ് കേട്ടോ. ചേറ്റുവ വരെയാണ് ഇന്നത്തെ വീഡിയോസ് ഉള്ളത്. ഇപ്പോൾ ഉള്ളത് മണത്തല കേട്ടോ. പൊന്നാനി ഭാഗത്ത് നിന്ന് വരുമ്പോൾ മണത്തല മുതലാണ് ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, അണ്ടർപാസിൻ്റെ വർക്ക് ഏകദേശം ഒരു 90% കഴിഞ്ഞിട്ടാണ്. ഇതും ഇടക്കയൂരും ഈ മഴക്കാലം കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയ വർക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഈ ഭാഗത്ത് മണത്തല ഭാഗത്ത് നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ മെയിൻ ടാറിങ്ങിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടില്ല, പൊടികളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇപ്പോൾ മണത്തല പള്ളിയുടെ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ അണ്ടർപാസിൻ്റെ മേലെയാണ് ഞാൻ വണ്ടിയായിട്ട് തന്നെ പോകുന്നിട്ട്. അതിൻ്റെ മേലേക്ക് പോകണത്തോളം പോവാമെന്ന് വിചാരിച്ചിട്ട് വണ്ടിയായിട്ട് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള മണത്തല ഭാഗത്ത് എത്രത്തോളം വർക്ക് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവട്ടെ. മഴക്കാലത്ത് വെറും മണ്ണ് മാത്രം ഇട്ടുണ്ടാവുള്ളൂ. മഴക്കാലത്ത് മുന്നേ, കഴിഞ്ഞ മഴക്കാലത്ത് മുന്നേ ഈ വട്ടാണ് വർക്ക് അതിഗംഭീരമായിട്ട് എടക്കയൂർ അണ്ടർപാസും അതേപോലെ തന്നെ മണത്തല ഈ ഭാഗത്താ. എന്ന് വെച്ചാൽ പൊന്നാനി ഭാഗത്തിന് വരുമ്പോൾ മണത്തല ഭാഗത്താണ് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്താണ് കേട്ടോ പിന്നെ നല്ല രീതിയിൽ വർക്ക് നടന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഫുള്ള് വർക്ക് കഴിഞ്ഞ് പറഞ്ഞാൽ 90%. ഇനി കുറച്ച് ടാറിങ്. ഇതിപ്പോൾ മെയിൻ സെൻട്രലിലായിട്ടാണ് നിൽക്കുന്നത്. ചാവക്കാട് ടൗണിലേക്കൊക്കെ പോവില്ലേ, അതിൻ്റെ നേരെ അടിവശം അതിൻ്റെ അടിയിൽ കൂടെയാണ് ചാവക്കാട് ഭാഗത്തേക്കൊക്കെ പോവുക. അപ്പോൾ ആ കാഴ്ചയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെയാണ് നിൽക്കുന്നത്. അപ്പുറത്തേക്ക് വർക്ക് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ബൈപ്പാസിക്ക്, ചാവക്കാട് ബൈപ്പാസിക്ക് ഇങ്ങനെ പോയാൽ നേരെ ചാവക്കാട് ടൗണിലേക്ക് എത്തട്ടോ. അപ്പോൾ അതിൻ്റെ നേരെ അടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് ഇതിന് മേലേക്ക് കയറാൻ പറ്റിയത്. നല്ല തിരക്കുള്ള ഒരു ഏരിയ കൂടെ കണ്ടില്ലേ, വണ്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് കുറവായിട്ടൊക്കെ തോന്നുന്നത്, അല്ലെങ്കിലൊക്കെ നല്ല തിരക്ക് കാണാറുണ്ട്. ഇപ്പോൾ ഫുള്ള് ട്രാഫിക്കൊക്കെ ആവട്ടെ, എപ്പോഴും പോലീസുകാരും ഉണ്ടാവും. ചാവക്കാട് ടൗണിലേക്ക് പോണ വഴിയാണത്. മുന്നോട്ട് നോക്കിയാൽ നേരെ വില്യംസിൻ്റെ അവിടെ കയറൂട്ടാ ചാവക്കാട് ബൈപ്പാസ്. പക്ഷേ ഇവിടുന്ന് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കുറേയൊക്കെ തീർത്തിട്ടുണ്ടെങ്കിലും ഇവിടെ കണ്ടില്ലേ, ഈ ഹൈറ്റിലും മണ്ണിട്ട് വരണം. എത്ര 3-4 ഹൈറ്റിലപ്പോൾ നിൽക്കണ്. ഈ ഹൈറ്റിലും മണ്ണിടണം. അവിടെയൊക്കെ മണ്ണ് ഇടുന്ന ജോബ് തുടങ്ങിയിട്ടുള്ളൂ. ഒരുപാട് വർക്കുണ്ട് കേട്ടോ. ടീൻ സ്റ്റെപ്പ് ഒന്ന് ഫസ്റ്റ് ലെയർ അടിച്ചിട്ടുള്ളൂ. ഇനി ഒരുപാട് ലെയർ അടിച്ച് ഒരു 3-4 ഹൈറ്റിലാക്കണം. അത്രയധികം വർക്ക് ആ ഭാഗത്തേക്ക് ഉണ്ട് കേട്ടോ. ബൈപ്പാസിലേക്ക് ചാവക്കാട് ബൈപ്പാസൊക്കെ ചിലപ്പോൾ 2027 ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത്രയധികം വർക്ക് ബാക്കിയുണ്ട്. ഇതാണ് ബീച്ചിലേക്ക് പോണ സൈഡിൽ കേട്ടോ. ഇത് ഇപ്പുറത്ത് നിന്നിട്ട് വീഡിയോസ് എടുക്കണ്. ലെഫ്റ്റ് അടിച്ച് പോയാൽ ചാവക്കാട് ബീച്ചിലേക്ക് പോകാം കേട്ടോ. റൈറ്റ് അടിച്ച് പോയാൽ പൊന്നാനി പഴയ റോഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ബൈക്കൊക്കെ വരുന്നത് പഴയ റോഡ് കേട്ടോ. അപ്പോൾ നിലവിൽ ആയിക്കോട്ടെ നിന്ന് വണ്ടികൾ തിരിഞ്ഞ് ഇതിൻ്റെ അടിയിൽ കൂടെ പോയോണ്ടിരിക്കണം. ആ ബസ്സൊക്കെ പോകണുണ്ടല്ലേ, അതാണ് അവസ്ഥ. അപ്പോൾ ഇനി ഒരുപാട് വർക്ക് ബാക്കിയുണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് വർക്കാണ് ബാക്കി കിടക്കുന്നത്. അതുപോലെ തന്നെ ചാവക്കാട് ബൈപ്പാസിലും ഒരുപാട് വർക്ക് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും 2027 ആവാനാണ് സാധ്യത. ഇനിയിപ്പോൾ ഒരു 3 മാസമല്ലേ ഉള്ളൂ. 3 മാസത്തിന് ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ ഹൈറ്റ് ആവുമെന്ന് വിചാരിക്കുന്നത്. 3 മാസത്തോണ്ടൊക്കെയാണ്, 2-2.5 മാസത്തോണ്ടാണ് ഇപ്പോൾ ഇടയ്ക്ക് ഭാഗമൊക്കെ 100% വർക്ക് തന്നെ. അപ്പോൾ ഏകദേശം അതേ ഫാസ്റ്റ് പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ ആ സമയത്തിന് വർക്ക് കൈവരിക്കും. മണത്തല പള്ളിയാണ് കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മണത്തല പള്ളിയാണ്. അപ്പോൾ ഇവിടുത്തെ നീർച്ച വരുന്നുണ്ട് കേട്ടോ. 28ഉം 29ആണ് നീർച്ച. അപ്പോൾ അടുത്തുള്ളവർ കാണാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പോന്നോ. അപ്പോൾ എങ്ങനെ നീർച്ചയുടെ കാഴ്ച നമുക്ക് നോക്കി നോക്കട്ടെ. ഞാൻ ഇടയ്ക്ക് ഈ ഒരു നീർച്ചയുടെ ഞാൻ വിട്ടുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെയെന്ന്. അപ്പോൾ നീർച്ച കാണാൻ പറ്റുന്നവരൊക്കെ പോകുന്നാളെ 28-29ആണ്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതിന് മാത്രം. വലിയ നീർച്ച കേട്ടോ. അപ്പോൾ താഴത്ത് ഇറങ്ങിയിട്ടാണ് ഇനി നേരെ ബൈപ്പാസ് കയറാൻ പോവാണ്. എത്രത്തോണ്ട് വർക്ക് നടന്നിട്ടുണ്ടെന്ന് കണ്ടില്ലേ, വണ്ടികൾ വരുന്നുണ്ടില്ലേ. ഇവരെ സാധനങ്ങൾ ഒക്കെ എടുത്തിട്ട് വരിക കേട്ടോ. മെറ്റീരിയൽ മണ്ണല്ല, മണ്ണ് ഈ വണ്ടിയല്ല വരിക. ഇത് ശിവാലയുടെ വണ്ടിയാണ്. മണ്ണൊക്കെ പുറത്തെ വണ്ടികളാണ് കേട്ടോ. പിന്നെ സപ്പോർട്ടിക്കാണ്. സർവീസ് റോഡ് കണ്ടില്ലേ, നമ്മളിപ്പോൾ ആ ഭാഗത്താണ് വന്നിട്ട്. അപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്. മെറ്റലും പിന്നെ അതുപോലെ ഇവരെ സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വരുന്നതാണ്. ഇങ്ങനത്തെ ചെറിയ വണ്ടി 6 യൂണിറ്റ് വണ്ടി കൂടുതൽ യൂസ് ചെയ്യുന്നത് ശിവാലയ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഡയറക്റ്റ് ഇന്ത്യക്കാരെ വണ്ടികൾ തന്നെയാണ്. പക്ഷേ കേരള രജിസ്ട്രേഷനാണ് കേട്ടോ. ഇന്ത്യക്കാരാവും കൂടുതൽ ഓടിക്കുന്നുണ്ടാവുക. സർവീസ് റോട്ടിൽ കൂടെ ഒന്ന് പോയോണ്ടിരിക്കുന്നത് കേട്ടോ. ബൈപ്പാസാണ്. ഇനി വില്യംസിൻ്റെ അവിടെ വന്നിട്ട് കയറുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പാലം വർക്ക് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ആ കാഴ്ചയൊക്കെ കാണിച്ചു തരാം. അതിന് ഒരു തോട് പോകുന്നുണ്ട്. ആ തോടിൻ്റെ തന്നെ നേരെ ചേറ്റുവേക്ക് പോകുന്ന തോടട്ട. അതിൻ്റെ മേലക്കൂടെ വരുന്ന പാലത്തിൻ്റെ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെയും ഇത്ര ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്താനുള്ള ജോബ്, ഒരുപാട് മണ്ണിൻ്റെ ആവശ്യമുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. അവിടെയൊക്കെ എത്ര ഹൈറ്റിൽ മണ്ണിന് 3-4 ഹൈറ്റാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ 3-4 ഹൈറ്റിൽ മണ്ണിട്ട് വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഇവിടെയൊക്കെ സ്റ്റീൽ കട്ട് വെച്ചിട്ടാ. അതുപോലെ ചേറ്റുവ പാലം സ്റ്റീൽ കട്ട് വെച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. ഇവിടെ സ്റ്റീൽ കട്ട് തന്നെയാണ്. കണ്ടില്ലേ, വർക്ക്
നല്ല രീതിയിലെന്ന് വെച്ചാൽ ഏറ്റവും ഫസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത സ്ഥലമൊക്കെയാണ് ചാവക്കാട് ബൈപ്പാസ്. വളരെ സ്ലോ ആണ്, പക്ഷെ ഇപ്പോൾ ഒന്ന് ഫാസ്റ്റ് ആയെന്ന് മാത്രം. വളരെ ഫാസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഫാസ്റ്റ് എന്ന് അങ്ങനെ പറയാമെന്ന് മാത്രം. എന്നാലും സ്ലോ തന്നെയാണ്. 3 വർഷം മുന്നേ ഇവിടെ വർക്ക് സ്റ്റാർട്ടായ കേട്ടോ. ഞാൻ NH66 മരങ്ങളും ബിൽഡിങ്ങൊക്കെ പൊളിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ വർക്ക് സ്റ്റാർട്ടായിട്ട്. പക്ഷെ ഇവിടെ വർക്ക് നടക്കാത്തതെന്ന് വെച്ചാൽ വരെ മെറ്റലും സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിക്കായിരുന്നു ബൈപ്പാസിൽ. അതുകൊണ്ട് വർക്ക് വളരെ ഡിലേ ആയിരുന്നു. ഇതൊക്കെയാണ് ബൈപ്പാസിലത്തെ കാഴ്ച. ഞാൻ ചേറ്റുവ വരെയുള്ള കാഴ്ച ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ചേറ്റുവയ്ക്ക് ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഭാഗങ്ങളുള്ളൂ. അതപ്പോൾ റോഡിൻ്റെ കാഴ്ചയൊക്കെ എത്രത്തോളം വർക്ക് നടന്നിട്ടുണ്ടെങ്കിൽ നോക്കി നോക്ക്. പിന്നെ അത് ഇനി അടുത്ത വീഡിയോസായിട്ട് ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കണ്ടോക്കി നോക്ക്. ഇവിടെയൊക്കെ എന്തായാലും വെറുതെ മണ്ണിട്ട് പോയാൽ നടക്കില്ല കേട്ടോ. സാധാരണ ചെയ്യുന്ന പോലെ ഇവിടെയൊക്കെ കോൺക്രീറ്റ് വെച്ച് കെട്ടി പൊക്കില്ല ഉണ്ടാവുക. കുറച്ച് സ്ഥലത്തൊക്കെ കോൺക്രീറ്റ് വെച്ച് പിന്നെ പൊക്കിക്കൊണ്ടിരിക്കുന്നത് കാണാനുണ്ട്. എന്താ വെച്ചാൽ സാധാരണ വെച്ചാൽ എന്തായാലും ഇവിടെ ഇരിക്കും. അത്ര ചതുപ്പായ സ്ഥലമാണ് ഈ ബൈപ്പാസ്, ചാവക്കാട് ബൈപ്പാസ്. ഇപ്പോൾ ഇവിടെയൊക്കെ മണ്ണ് കൊടുന്നിടുന്ന കാഴ്ചയൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ഇവിടുന്ന് കോരിയിട്ട് അപ്പുറത്തേക്ക് മാറ്റുന്നുണ്ട്, അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കൊണ്ടുപോയിട്ട് മണ്ണില്ലാത്ത കുറവുള്ള സ്ഥലത്തൊക്കെ കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ഇനിയും ഒരുപാട് മണ്ണിടാനുണ്ട്, ഒരുപാട് വർക്ക് ബാക്കിയുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ ഇറങ്ങുന്നത് നേരെ സർവീസ് റോട്ടിലേക്കാണ്. ഇത് ഓപ്പൺ ആയിട്ടൊന്നും ഇല്ലല്ലോ, പണി കുറച്ചെല്ലാം ആയിട്ടുള്ളത്. ഓപ്പൺ ആക്കി ഇങ്ങനെ പോയോണ്ടിരിക്കുക കേട്ടോ. അതിന് മേലെ കൂടെ നേരെ മേലത്തെ മെയിൻ സെൻറ്ററിലേക്ക് വില്യംസിൻ്റെ അടുക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് അവിടെ വർക്ക് കണ്ടില്ലേ, റൈറ്റ് സൈഡ് കണ്ടില്ലേ, പൊന്തിയോണ്ടിരിക്കണുള്ളത്. പൊന്തി റോഡൊക്കെ ആയി എപ്പോൾ ആവാനാവണാവോ, അത്രയധികം വർക്ക് എടുക്കുകയാണ് ബാക്കി. ചാവക്കാട് ബൈപ്പാസൊക്കെ നമുക്ക് ചാവക്കാട് ടച്ച് ചെയ്യാതെ വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കാൻ സാധ്യതയുണ്ട്. 1 വർഷം എന്തായാലും പിടിക്കും. വില്യംസിൻ്റെ അവിടെ എത്തിയിട്ടാ. നിലവിൽ ഇതാ ലെഫ്റ്റ് സൈഡിൽ കൂടെ ചാവക്കാടിൽ നിന്ന് വരുന്ന വണ്ടിയാട്ടാ. കൊടുങ്ങല്ലൂരൊക്കെ ഭാഗത്തേക്ക് വരികയാണ്. ചാവക്കാട്ടിൽ നിന്ന് വരുന്ന വണ്ടികളാണ് ആ കണ്ടില്ലേ ലെഫ്റ്റ് സൈഡിൽ നേരെ പോയോണ്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ ചേറ്റുവ ഭാഗത്തേക്ക് പോയോണ്ടിരിക്കുകയാണ്. മറ്റേത് ആ പൊന്നാനി ഭാഗത്തേക്ക് വരുന്നവർ കണ്ടില്ലേ, ഇതിൻ്റെ അടിയിൽ കൂടെ തിരിഞ്ഞ് പഴയ റോട്ടിലേക്ക് പോയോണ്ടിരിക്കുക കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ വണ്ടിയെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഏത് നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഇപ്പോൾ കണ്ടില്ലേ സർവീസ് റോട്ടാണ് കേട്ടോ. ഇനി ഇവിടുന്ന് ചേറ്റുവ വരെ കൂടുതൽ ഭാഗം സർവീസ് റോട്ടിൽ കൂടെ തന്നെ പോകണം കേട്ടോ. കൂടുതൽ പറഞ്ഞാൽ ഒരു ഇതൊക്കെ ബൈക്കാർ ഞാനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കയറാൻ പറ്റിയെന്നല്ലാതെ അല്ലാത്തവർക്ക് ചേറ്റുവ വരെ സർവീസ് റോഡ് തന്നെയാണ്. പുതിയ റോട്ടിലേക്ക് എവിടും കടത്തി വിടാൻ പാകത്തിനുള്ളൊരു വർക്ക് ആയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ബൈക്കായി വന്നുകൊണ്ട് നമുക്ക് അങ്ങനെ കയറാൻ പറ്റുമെന്ന് മാത്രമേ. സൈഡിൽ കൂടെ കയറിയിട്ട് നല്ല റോട്ടിൽ കൂടെ കുറച്ച് ദൂരം എനിക്ക് പോകാൻ പറ്റി. കണ്ടില്ലേ ഇവിടെയൊക്കെ ഹൈറ്റ് തന്നെ എന്താ പറയുക ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ഇനിയിപ്പം അടുത്ത കാലത്തൊന്നും നല്ല റോട്ടിൽ കൂടെ പോകാമെന്നുള്ള പ്രതീക്ഷ വേണ്ട. സർവീസ് റോഡ് തന്നെ ശരം, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ അത്രയധികം വർക്ക് എടുക്കുകയാണ്, ഒരുപാട് വർക്ക് എടുക്കുകയാണ്. മുത്തമ്മാവൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ഥലം കേട്ടോ. ഇവിടെയാണ് ചാവക്കാട് ബൈപ്പാസ് കഴിഞ്ഞാൽ കുറച്ച് വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റുക. അത് ബൈക്ക് ഒക്കെ പോകാൻ പറ്റുള്ളൂ കേട്ടോ, അറിയുന്നവരൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ആ നല്ല റോട്ടിൽ കൂടെ ഞാൻ പോയോണ്ടിരിക്കുകയാണ്. നല്ല റോഡ് വെച്ചാൽ മണ്ണൊക്കെ വന്ന് കച്ചറ ആയിക്കണ്, അത് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് സുഖമായി പോവാം. ഈ ഭാഗത്തൊക്കെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കണ്ടില്ല KSRTC ഒക്കെ പോകണില്ല. അപ്പോൾ അവർക്കൊന്നും ഇതിലൂടെ പോകാൻ പറ്റുന്നില്ല. ചേറ്റുവ
എത്തുന്നേക്കാൾ മുന്നേ വരെ നമുക്ക് ഇതേപോലെ പോവാട്ടോ. എല്ലാവർക്കും പോകാൻ പറ്റില്ല, അതാണ് വീണ്ടും പറയണത്. ബൈക്കുകാർക്ക് ഞാൻ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കയറിയാലൊക്കെ ആകെ കൊടുക്കും. ബൈക്കുകാർക്കൊക്കെ പോവുക അറിയുന്നവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ കേട്ടോ. വീഡിയോ കണ്ട് ഞാൻ പല വീഡിയോസിൽ ഇതേപോലെ കയറുന്നിട്ട് ആൾക്കാർ പോകാൻ പറ്റുമോ എന്ന് വെച്ച് കമൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ പോകാൻ പറ്റില്ല കേട്ടോ. നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പണി കഴിഞ്ഞ് ഓപ്പൺ ആക്കിയ സ്ഥലത്ത് തന്നെ വീണ്ടും അടക്കും. അപ്പോൾ ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഈ ഭാഗത്ത് ഇപ്പം എന്താ നിലവിൽ ഞാൻ കയറി പോകുന്നുണ്ട്. ചേറ്റുവ പാലത്തിനേക്കാൾ മുന്നേ ഉള്ള അണ്ടർപാസ് കേട്ടാ. ഇവിടുന്ന് റൈറ്റ് അടിച്ച് പോയാൽ അഞ്ചങ്ങാടി ഭാഗത്തേക്കൊക്കെ പോവുക. ആ വണ്ടികളൊക്കെ കണ്ടില്ലേ, അതിൽ കൂടെ ഉള്ളിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് അഞ്ചങ്ങാടി ഭാഗത്തേക്ക് പോകാം കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശം ചേറ്റുവ പാലെത്താനായി. ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ. നല്ല തണൽമരമൊക്കെ വെച്ച് ഒരുപാട് കച്ചവടക്കാർ ചായ ഇവിടെ വന്നാൽ ആരും ചായ കുടിക്കാത്തവരോടൊക്കെ ചായ കുടിക്കുക. അങ്ങനത്തെ അല്ലെങ്കിൽ വലിയ ജ്യൂസോ പിന്നെ സർബത്ത് അങ്ങനത്തെ കുടിക്കുക. അങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഏരിയ ആയിരുന്നു. ആ ഭംഗിയൊക്കെ ഇപ്പോൾ നിലവിൽ നഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ. ഇവിടെയൊക്കെ ഒരുപാട് മണ്ണിടാനുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ചേറ്റുവ പാലത്തിൻ്റെ അടുത്ത് നമുക്ക് എത്താനായി. ഇനി ചേറ്റുവ പാലത്തിൻ്റെ ഒരു വീഡിയോസ് കൂടി ഞാൻ ഉൾപ്പെടുത്തും കേട്ടോ. അത് അടുത്ത വീഡിയോസിൽ ഇട്ടുതരാം. എന്താ വെച്ചാൽ